ഹായ് ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇതാണ് നമ്മൾ ഡേ 2 ഇൻ മലേഷ്യ. നമ്മളിപ്പോൾ ടാക്സി കയറിയിരിക്കുകയാണ്. ഫുൾ ഡേ ടൂറിനാണ് നമ്മൾ പോകുന്നത്. വി ആർ ആക്ച്വലി പ്ലാനിങ് ടു ഗോ ടു ബട്ടു കേവ്സ് ആൻഡ് ജെൻറ്റിങ് ഐലൻഡ്. സോ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം എവരി വൺ ഇസ് സെറ്റ്. ആൻഡ് നമ്മുടെ കൂടെ ഉള്ള ഒരു ഡ്രൈവർ തമിഴൻ ഡ്രൈവറാണ്. ഈസ് ഫ്രം ചെന്നൈ ആൻഡ് ഹിസ് നെയിം ഇസ് രാമസ്വാമി. So first we on our way to Batu Caves. Before that we'll stop over at the chocolate factory. അപ്പോൾ ആദ്യം ചോക്ലേറ്റ് ഫാക്ടറിയിലൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ചോക്ലേറ്റ് ഫാക്ടറി ഇതാണ് നമ്മൾ വന്ന ചോക്ലേറ്റ് ഫാക്ടറി. ചോക്ലേറ്റ് കിങ്ഡം. ഇവിടെ എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നും കുറേ സാമ്പിൾസും കാര്യങ്ങളും കുറേ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്. ആൽമണ്ടിൻ്റെയും ഡൂറിയൻ്റെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അവർ സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് വാങ്ങിക്കാം. ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 4 എണ്ണം വാങ്ങിക്കുമ്പോൾ 1 എണ്ണം ഫ്രീ. അത് അവിടുന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. മലേഷ്യൻ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്സ് ആണ്. അവിടെ റിച്ച് ഇൻ കൾച്ചർ ആൻഡ് അവരുടെ മെയിൻലി ഉള്ള ലാൻഡ്സ്കേപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ്. മൗണ്ടൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാൻ. പിന്നെ അവിടുത്തെ ഫുഡും നല്ലതാണ്. നമ്മുടെ ഇന്ത്യൻസിന് വേണ്ടി നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ടു കേവ്സ്. Backdrop tu money tu di ba? Apa ni? ചുമ്മാ ഓടിച്ചു സ്പീഡിലോട്ട് ചോടാ. റൺ. ഇതാണ് നമ്മുടെ എൻട്രൻസ് ഓഫ് ദ ബട്ടു കേവ്. ബട്ടു കേവ് ഇതാണ്. എൻട്രൻസിൽ തന്നെ നമുക്ക് വലിയൊരു ഗോൾഡൻ ഹിന്ദു ഗോഡിൻ്റെ സ്റ്റാച്ചു കാണാം. ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ടോൾ ആസ് 42.7 meters. എൻട്രൻസിൽ തന്നെ കുറേ ബേർഡ്സും കുറേ പിജൻസൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പം കുറേ പേര് പിജൻസിന് കളിക്കാനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് കയറിയാലേ നമുക്ക് കേവിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് മുകളിലേക്ക് കയറണമെങ്കിൽ അറൗണ്ട് 272 സ്റ്റെപ്സ് ഉണ്ട്. ഈ കളർഫുൾ സ്റ്റെപ്സ് നമ്മൾ മുകളിലേക്ക് വരെ കയറി കഴിഞ്ഞാലേ നമുക്ക് കേവിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ആക്ച്വലി മീ ആൻഡ് kezia plan to go up. Daddy and mommy did not want to go all the way up because it's quite steep also. അപ്പോൾ അത്ര എളുപ്പമൊന്നുമില്ല അത് കയറാൻ. അതുകൊണ്ട് നമ്മൾ മുകളിലേക്കൊക്കെ കയറി നല്ല ടയറിങ് ആയിരുന്നു. മുകളിൽ വരെ എത്താൻ കുറേ ടൈം എടുത്തു. അപ്പം പക്ഷേ വി ഡിഡ് ആക്ച്വലി വെൻ്റ് അപ്പ്. പിന്നെ കേവ് ഇവിടെ വരെ വന്ന കേവ് കാണാണ്ടിരിക്കാനും പോകാണ്ടിരിക്കാൻ കാണുന്നതൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ കേവ് കയറി. ജോർഡനെ മമ്മീനെ ഡാഡിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്ലൈംബ് ഓൾസോ ആൻഡ് ദ വ്യൂ ഫ്രം ദെയർ. ബട്ടു കേവ്സ് എത്തി. 200 സ്റ്റെപ്സ് ഉണ്ട്. ആ കേവിൻ്റെ മുകളിൽ കൂടെ ആ സൺലൈറ്റ് അകത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഒരു വ്യൂ ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ ബട്ടു കേവ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. വി ആർ ഗോയിങ് ടു ദ ജെൻറ്റിങ് ഹൈലൻഡ്സ്. അപ്പം ജെൻറ്റിങ് സ്കൈവേ എന്ന് പറഞ്ഞ ഒരു കേബിൾ കാർ ഉണ്ട്. വി ഹാവ് ടു ടേക്ക് ദിസ് കേബിൾ കാർ ടു ഗോ അപ്പ് ടു ദ ജെൻറ്റിങ് ഹൈലൻഡ്സ്. ജെൻറ്റിങ് സ്കൈവേ എൻട്രി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നോട്ട് ചെയ്ത് പറഞ്ഞാൽ ക്യാഷ്ലെസ് ആണ്. കാർഡ് ഉണ്ടാവണം. കാർഡ് ഉണ്ടായാലേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാർഡുള്ളവരെ നോക്കുന്നു. അത് കിട്ടാനെക്കാളും പാടാണ്.
ഇവിടെ ഇങ്ങനത്തെ മെഷീനിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ഇറ്റ്സ് ഓൾ കാർഡ്. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എക്സ്പ്രസ്, വിത്ത് റിട്ടേൺ അത് 30 റിങ്കിറ്റാണ് വരുന്നത്. ഞങ്ങൾ നോർമൽ എടുത്തത്. നോർമൽ എത്തുന്നത് കാണാറുണ്ട്. അതിൻ്റെ ക്യൂ ഞാനിപ്പോൾ കാണിച്ചുതരാം. 18 റിങ്കിറ്റാണ് റിട്ടേൺ വിത്ത് റിട്ടേൺ. അതിൻ്റെയാണിത് ക്യൂ. ഈ ഫുൾ റൗണ്ട് അടിച്ചിട്ട് വേണം ഇനി ഇതാവാൻ. റിങ്കിൻ്റെ അടുത്ത് നേരെ കയറിപ്പോ. ആ കാണുന്ന കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് 20 മിനിറ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൗഡ് ഉണ്ട്, ഫുൾ ആൾക്കാർ. ജോർഡൻ നല്ല ഉറക്കം, വണ്ടിയും പിടിച്ചുകൊണ്ടിരുന്ന ഉറക്കമാണ്. കിച്ചു നമുക്ക് അതിനകത്ത് കയറാം. അതിനകത്ത് കയറി നോക്കിയാലോ. ജോർഡൻ വിൽ ഗോ ഇൻ സീസൺ more adventurous. This cable car is approximately 3.4 kilometers long, this journey, and this is one of the fastest and the longest cable car system in Southeast Asia. ഇതിൻ്റെ കേബിൾ കാർ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, മെസ്മറൈസിങ് വ്യൂ ആണ്. ഇതിനകത്ത് നമ്മൾ ഒരു ലഷ് റെയിൻ ഫോറസ്റ്റ് മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചുറ്റിനും ഇതാണ് കാണുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് ട്രാവൽ ചെയ്യുന്നത്, ഈ കേബിൾ കാർ പോകുന്നത്. ക്ലൗഡ്സിൻ്റെ പൊടി മൊത്തം ഇതിനകത്ത് എത്തിയിട്ടുണ്ടോ. അപ്പം ജെൻഡിങ് വന്നു കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിട്ട് കഴിക്കാൻ വന്നു. ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസും നൂഡിൽസും കഴിച്ചിട്ട് ലിറ്റിൽ റഹോയി സ്ട്രീറ്റ് ഫുഡ്. ജോഡാ സേ ഹായ്. ടേബിൾ ഇരിക്കണം. റൈസ് വിത്ത് ചിക്കൻ ഫ്രൈ, ബീഫ് നൂഡിൽസും ചിക്കൻ ഫ്രൈ. ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ സ്കൈ വേൾഡ് എന്ന് പറയുന്ന തീം പാർക്ക് ഉണ്ട്. അവിടെ കുറേ അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും കളിക്കാൻ പറ്റിയ കുറേ അഡ്വഞ്ചർ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ കുറേ റിസോർട്ടും റെസ്റ്റോറൻറ്റ്സും പുതിയ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലവുമുണ്ട്. അവിടെ ഒരു ഷോപ്പിംഗ് മോളും ഉണ്ട് ജെൻഡിങ് ഹൈലൈറ്റ്സിൽ. അതിൻ്റെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ അവിടെ കയറിയിട്ട് ജസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനും കുറേ റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അവിടുത്തെ നൈറ്റ് ലൈഫും നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ തീം പാർക്കിലൊക്കെ നല്ല ലൈറ്റും മ്യൂസിക്കൽ ഷോസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷേ നമ്മളധികം ലേറ്റ് ആവാത്തത് നമ്മൾ അവിടെ നൈറ്റ് നിന്നില്ല. കുറേ പിള്ളേർക്ക് പറ്റിയ എൻ്റർടൈൻമെൻറ്റ് ഷോസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. മലേഷ്യയിൽ വന്നാൽ ജെൻഡിങ് ഹൈലൻഡ്സ് മിസ് ചെയ്യാനേ ഒരിക്കലും പാടില്ല. എസ്പെഷ്യലി യു ഹാവ് ടു ടേക്ക് ദ കേബിൾ കാർ. This cable car ride is one of the best rides that you have to take in
Malaysia. That is Genting Skyway. It's a beautiful ride. ജെൻറ്റിങ് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല വ്യൂ, ബ്യൂട്ടിഫുൾ. ആ ഫോറസ്റ്റിന്റെ ഡെൻസും ശരിക്കൊരു നല്ല വ്യൂ ആണ്. ഡെൻസ് ഫോറസ്റ്റിന് ഇടയ്ക്കൂടെ പോകുന്ന പോലെ. ഇത് ബൈ വാക്കും പോകാൻ തോന്നുന്നു കേട്ടോ. ബൈ റോഡുണ്ട് കേട്ടോ, റോഡുണ്ട്. ഇവിടെ കാണുന്ന റോഡ്സൊക്കെയാണോ? പക്ഷേ കേബിൾ കാറിൽ പോകുന്ന എക്സ്പീരിയൻസ് അതൊക്കെ. സോ ഡെഫിനറ്റ്ലി ട്രൈ കേബിൾ കാർ. ഹാപ്പി ബീ ഫാമിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ജെൻറ്റിങ് ഹൈലൻഡ്സിലെ ഹാപ്പി ബീ ഫാം. എന്തെടുക്കുന്നത് കയറില്ലാത്തേക്ക്? ബ്ലൂ കളർ ഇപ്പോൾ പറഞ്ഞു ചെയ്തുണ്ടോ? ഇതാണ് ബട്ടർഫ്ലൈ പാർക്കിനകത്തുള്ള ഇത്. സോ മെനി ബട്ടർഫ്ലൈസ്. നമ്മൾ സാധാരണ പോകുന്നവർ ഇത്രയും കാണാറില്ല. പൈനാപ്പിൾ കട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. You want pineapple? See, they put pineapple for the butterfly. Just show your hand like this. Show your hand like this. No, put your hand like this. Come and sit on your finger. No. Why butterfly won't do anything to you? The butterfly sitting on you. No. Photo again. Very good. These are different varieties of butterflies. The color kind of. You want to see pink butterfly? Pink purple. This is a moth. They're all dead. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇതിൻ്റെ 29th ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. കുറേ ഉണ്ട്. ഇത് ഈ കാണുന്നതാണ് നമ്മളെ ഹോട്ടൽ. This is the hotel we stay in. And that is KL Tower. Wow. രാത്രി 11 മണി ബൈക്കിൻ്റെ മേളം. ഹോട്ടലിൽ താഴെയുള്ള 7-Eleven-ആണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വാട്ട്സ് എ ബെൽ ചോടോ? താങ്ക് യു. ലെയർ കേക്ക്, ഫ്രഞ്ച് മഫിൻ. See, custard. I tried this one. It's good. This one is also nice. Let's try this one. This is the first time I'm going to try this one. A lot of variety of juices. Yeah. The rice cake.
definitely will try something like this. Haagen-Dazs and ice cream. Slushy machine, Slurpee. Coffee machine. രാത്രി 11 മണിയായി. അപ്പം ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് ബാർബിക്യൂ നൈറ്റ്സിന് 2 ബ്ലാറ്ററാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ടയർഡ്, റിയലി ടയർഡ്. സോ ഇന്ന് പോയി ഡിന്നർ കഴിക്കുക, പോയി കിടന്നുറങ്ങുക, എന്നിട്ട് നാളെ ബാക്കി പരിപാടികൾ. അങ്ങനെ ബാർബിക്യൂ നൈറ്റിൽ ഇതും KL സിറ്റീൻ്റെ നടുക്കുള്ള ഒരു സ്ഥലമാണ്. ഇത് മാറ്റിക്കേ. ഓഹോ, ഹേ. അപ്പം ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ് ഇൻ ബാർബിക്യൂ നൈറ്റ്സ്. So I hope you have enjoyed this video. If you have enjoyed this video, please give us a thumbs up. Subscribe to my channel. Hit that bell icon below so they get notified every time I upload a video. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ adios. Adios.